നമുക്കിന്ന് അശോക അഷ്ടമി അതുപോലെ ശ്രീരാമ നവമി ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അശോക അഷ്ടമി. ഈ ഉത്സവം ചൈത്രമാസ ശുക്ലപക്ഷ അഷ്ടമി ദിവസം ആഘോഷിക്കുന്നു. രാവണ രാജധാനിയായ ലങ്കയിലെ അശോകവനത്തിൽ ശിംശിവ വൃക്ഷച്ചുവട്ടിൽ വിരഹപീഡിതയായിരിക്കുന്ന സീതാദേവിയെ സന്ദർശിച്ച് ഹനുമാൻ മോതിരവും സന്ദേശവും നൽകിയത് ഈ ദിവസമാണ്. ഈ ദിവസം അശോക വൃക്ഷച്ചുവട്ടിൽ സീതാദേവിയുടെയും ഹനുമാന്റെയും പ്രതിമകൾ വെച്ച് പൂജ നടത്തണം. രാമായണത്തിൽ ഹനുമാൻ സീതാന്വേഷണം നടത്തിയ കഥ വായിച്ചു കേൾക്കണം. സ്ത്രീകൾക്ക് സൗഭാഗ്യം സിദ്ധിക്കും. അശോക മൊട്ടുകളുടെ ചാറെടുത്ത് സേവിക്കണം. ശാരീരിക രോഗങ്ങൾ വിട്ടുമാറുന്നതിന് ഇത് നല്ലതാണ്. അടുത്തത് ശ്രീരാമ നവമി. ചൈത്രമാസ ശുക്ലപക്ഷ നവമി ദിവസമാണ് ശ്രീരാമചന്ദ്രനെ കൗസല്യാദേവി പ്രസവിച്ചത്. അതിനാൽ ഈ ദിവസം രാമനവമി എന്ന് പുകഴ്ത്തപ്പെടുന്നു. ശ്രീരാമക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം, പ്രഭാഷണം, പ്രത്യേക പൂജ, ഭജന, അർച്ചന മുതലായവ നടത്തുന്നു. ശ്രീരാമ വിഗ്രഹം പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തി ധൂപദീപ നൈവേദ്യാദികളാൽ പൂജിക്കുകയും അർച്ചന നടത്തുകയും വേണം. തുളസീദാസ രാമായണ കർത്താവായ ഗോസ്വാമി തുളസീദാസൻ ഈ ശുഭ ദിവസമാണ് അയോധ്യയിൽ വെച്ച് രാമചരിത മാനസം എന്ന തൻ്റെ ഗ്രന്ഥരചന ആരംഭിച്ചത്. അയോധ്യയിൽ ഈ ദിവസം അത്യാഡംബരപൂർവ്വം ആഘോഷിക്കപ്പെടുന്നു. ദുരിത ദിക്കുകളിൽ നിന്ന് വന്നു ചേരുന്ന ശ്രീരാമ ഭക്തന്മാർ ജന്മക്ഷേത്ര ദർശനം, സരയൂ സ്നാനം മുതലായവ ഭക്തിപൂർവ്വം നടത്തുന്നു. രാമായണ കഥകൾ നാടകരൂപത്തിലും നാട്യരൂപത്തിലും കഥാപ്രസംഗ രൂപത്തിലും അവതരിപ്പിക്കുന്നു. വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന്മാർ ഉച്ചവരെ ഉപവാസം ആചരിക്കണം. രാമചരിതമാനസം പാരായണം ചെയ്ത് ഉച്ചയ്ക്ക് ഭഗവത് പ്രതിമയ്ക്ക് ആരതി നടത്തണം. നമസ്കാരം.